ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ജോബ് റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ജോബിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ജോബ് കിട്ടുന്നില്ല, അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ സ്ട്രെസ്സ് ഉണ്ട്, അതിൽ നിന്ന് മാറണം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇത് ബിസിനസ് ചെയ്യുന്നവർക്കായിരുന്നാൽ പോലും ഒക്കെ റെസണേറ്റ് ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം കാർഡ്സ് ഒന്ന് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വൺസ്, ദ വേൾഡ് കാർഡ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, വാവ്, 5 ഓഫ് വൺസ്, 9 ഓഫ് സ്വോർഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, വാവ്, പേജ് ഓഫ് വൺസ്, നൈറ്റ് ഓഫ് സ്വോർഡ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ കുറച്ച് സാമ്പത്തിക പ്രശ്നം അനുഭവിച്ച ആൾക്കാർ തന്നെ ആയിരിക്കും. സാമ്പത്തികമായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും. ഒന്നുകിൽ ജോലിക്ക് വേണ്ടി നോക്കുന്നു, ജോലി അങ്ങോട്ട് കിട്ടുന്നില്ല, അപ്പോൾ കുറച്ച് പ്രഷറുണ്ട്. അത് വീട്ടിൽ നിന്നൊക്കെ ആവാം, ഫാമിലി സൈഡിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിലോ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, കുറ്റപ്പെടുത്തലും ഇതുവരെ ഒന്നും ആയില്ലേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലി കിട്ടാത്തവരാണെങ്കിൽ. അപ്പോൾ അങ്ങനെ അത് കാരണം നിങ്ങൾക്കൊരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്, നിങ്ങളൊരു ഡിപ്രഷൻ അടിച്ച ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്താ എന്നൊരു വിഷമത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് എനിക്ക് ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെപ്പാട് കുറച്ച് സ്ട്രഗിളിങ് പീരീഡാണ്. എന്താ പറയുക, ജോബ് നോക്കിയിട്ട് കിട്ടുന്നില്ല. പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്താ പറയുക, അഡ്വൈസ് സ്വീകരിക്കാൻ തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മുതിർന്ന ആൾക്കാരിൽ നിന്ന്, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാവാം, അവരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുക. ജോലി കിട്ടിയ ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെങ്ങനെയാണ്, ഇപ്പോൾ PSC ഒക്കെ നോക്കുന്നവരാണെങ്കിൽ PSC കിട്ടിയ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അവരെങ്ങനെയാണ് അതിന് വേണ്ടി വർക്ക് ചെയ്തതെന്നോ, അവരുടെ നിന്ന് നോട്ട്സൊക്കെ വാങ്ങിയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ മുതിർന്ന ഒരാളുടെ അഡ്വൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെ ആവാം ഇല്ലേ, നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായിട്ട് കാണുന്നവരുടെ അടുത്തു നിന്നോ ഒരു അഡ്വൈസ് സ്വീകരിക്കാൻ തന്നെയാണ് പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, കണ്ടോ, നിങ്ങൾക്ക് പണത്തിനുള്ളൊരു ഓഫർ വരുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പണം കയ്യിൽ കൊണ്ട് തരികയാണ് ഇങ്ങനെ. അത് ദൈവമാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ മീൻസ് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ, നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉടനെ വരുന്നുണ്ട്. അത് വളരെ വേഗത്തിലാണെന്ന് കാണിക്കുന്നുണ്ട്. വളരെ സ്പീഡിലാണ് നിങ്ങൾക്ക് ആ ജോബ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ലോകം പൂർത്തിയാക്കാൻ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങളുടേതായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം വരുന്നുണ്ട്. സാമ്പത്തിക സഹായമാവാം, ജോബാവാം. ഇപ്പോൾ ജോബ് നോക്കുന്നവർക്ക് പുതിയ ജോബാവാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് വളരെ വേഗം വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ നിന്ന് മാറും. നിങ്ങൾ മുതിർന്ന ആൾക്കാരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനാണ് പറയുന്നത്. സീനിയേഴ്സ് ആയിട്ടുള്ളവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പൊക്കോളൂ. ജോബ് ഓഫർ വരുന്നു, പെട്ടെന്നായിരിക്കും. ചിലർക്ക് ഇത് എബ്രോഡ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ പുറത്തോട്ട് ജോബിന് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എബ്രോഡ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള, പുറം രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജോബ് സെറ്റാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എനിക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിന് വലിയ താമസമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഒരു 4 to 5 months ഒരു സ്ട്രഗിൾ പീരീഡ് നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ മാറും. സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ആ സ്ട്രഗിൾ പീരീഡൊക്കെ മാറും. അതിനുശേഷം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വേഗത്തിൽ വരുന്നുണ്ട്. പാഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പാഷനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ജോലി സ്ഥലത്ത് നിൽക്കുകയാണ്, നിങ്ങളുടെ പാഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്ട്രഗിളും ചെയ്യുകയാണ്, ഒരു ഇൻക്രിമെൻറ്റും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് വന്നത്, ആ ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത്. എന്താണോ നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്കൊരു കഴിവുണ്ടല്ലേ, ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ല് എന്താണെന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾ പോവുക. ആ പാഷനെ താലോലിക്കാനാണ് പറയുന്നത്. അതിലോട്ട് നോക്കൂ, എന്താണ് നിങ്ങളുടെ കഴിവ്, അതിന് വേണ്ടി വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് പണം കിട്ടും. കണ്ടോ, 10 of Pentacles, ധാരാളം പണം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ധാരാളം പണം നിങ്ങൾക്ക് വരും. നിങ്ങൾ സഫിഷ്യൻ്റ് ആവും. ഇപ്പോഴത്തെ ഈ വിഷമമൊന്നും നോക്കണ്ട, ഇതെല്ലാവരും അനുഭവിക്കേണ്ട ഒരു സമയമാണ് അല്ലേ. നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണം എന്നുള്ളതുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനായിട്ട് പറ്റില്ല.
സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, ചുറ്റുമുള്ളവർ സ്ട്രഗിൾ ആവാം. പക്ഷേ ഈ ഒരു പീരീഡിൽ നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിക്കണം. അതായത് ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ഇല്ലേ? നിങ്ങളൊരു മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ, ബിസിനസ്സിൽ നിങ്ങളിത്തിരി തകർന്ന് നിൽക്കുകയാണെന്ന് വയ്ക്കൂ, ജോബ് കിട്ടാതെ നിങ്ങൾ വിഷമിച്ച് നിൽക്കുകയാണെന്ന് വിചാരിക്കൂ, ജോബിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്ട്രഗിൾ സഹിക്കാൻ വയ്യാതെ സങ്കടപ്പെട്ട് നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരാണ് ഈ സമയത്ത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആര് നിങ്ങളുടെ കൂടെ നിൽക്കും, ആരൊക്കെ നിങ്ങളെ തഴയും, അത് നിങ്ങൾക്കൊരു പാഠമാണ്. കാര്യം നാളെ നിങ്ങൾക്ക് പണം ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും പണം വരും, നിങ്ങൾക്ക് ഓഫർ വരും. ആ ഓഫറിൽ നിന്ന് നിങ്ങൾ ഈ അവസ്ഥയിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ അനുകൂലിച്ചവരാര്, നിങ്ങളെ പ്രതികൂലിച്ചവരാര്, നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരാണ്, അതല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളാവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, അവരെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ അത് പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആര് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ആർക്ക് സഹായം ചെയ്യണം, ആരെ നമ്മുടെ കൂടെ നിർത്തണം. അല്ലാത്ത നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, ഇനി വീട്ടിലുള്ളവരാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുതലെടുക്കാൻ വേണ്ടി മാത്രം, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് പിടിച്ച് പറിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരെ നിങ്ങൾ കൂടെ കൂടിയിട്ട് ഒരു കാര്യമില്ല. അവരിനി എത്ര ക്ലോസ് റിലേഷൻ ആണെന്ന് പറഞ്ഞാലും അവർ ജലസും ഇതുമൊക്കെ ആയിട്ട് നടക്കുന്നവർ, അവർ നെഗറ്റീവ് എനർജി മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. പോസിറ്റീവായിട്ടൊന്നും അവരെന്ന് കിട്ടാനായിട്ട് ഇല്ല. പക്ഷേ ഈ അവസ്ഥയിലും എല്ലാം ശരിയാവും, വിഷമിക്കാതെ എല്ലാം വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോപ്പ് തരുന്നു. നിങ്ങളെ ഒന്നിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുന്നു, അല്ലേ? ഒരു ഗെറ്റ് ടുഗെദർ വന്നാൽ പോലും നിങ്ങൾക്ക് ജോലി ആയില്ല എന്നും പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കി നിർത്തുന്നില്ല, നിങ്ങൾ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, അവരോട് നന്ദി കാണിക്കുക. അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ലോകം, അവരാണ് ശരിക്കുള്ള നിങ്ങളുടെ ലോകം. അവരെ കൂട്ടി ഒരു ലോകം ഉണ്ടാക്കുക, അല്ലാത്തവരെ വിട്ട് കളയുക. ഓക്കെ, ആ ഒരു പാഠം കൂടെ നമ്മൾ ഈ ഒരു പീരീഡിൽ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്കംസ്റ്റാൻസസ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, ഈ ഒരു ഡിപ്രഷനും ഈ ഒരു സ്ട്രഗിളും ഒക്കെ അനുഭവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം എല്ലാം തീർന്നു എന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാം വരുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കുറച്ച് ബാങ്ക് റപ്ചേർഡൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നൊരു സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരിൽ നിന്ന് പണം കിട്ടാൻ അല്ലെങ്കിൽ പണം തരാൻ. ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നൊരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ അവസ്ഥയിൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൽ നിന്നോ ആവാം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറുന്നു തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം കെട്ടിപ്പടുക്കാൻ പറ്റും. ഇങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും. സോ നിങ്ങൾ എന്താ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഫോളോ ചെയ്യുക. ചിലർക്ക് PSC ആയിരിക്കും, എനിക്ക് ഒരുപാട് പഠിക്കണം, അറിവ് നേടണം, അതിലൂടെ എനിക്കൊരു ഗവൺമെൻറ് ജോബ് നേടണം എന്നുള്ളതായിരിക്കും പാഷൻ. ചിലർക്ക് എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും, ചിലർക്ക് ആർട്സിലായിരിക്കും, ചിലർക്ക് ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കാറ്റഗറി ആയിട്ട് ആയിരിക്കും, ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഇതിലെനിക്ക് നിന്നാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വേണ്ടാത്തടത്ത് നിൽക്കാതെ വേണം എന്നുള്ളിടത്ത് നിൽക്കുക. ഓക്കെ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളത് എന്താണോ അതിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയുക കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. സോ ചിലർക്കെങ്കിലും ഇത് വളരെ വേഗത്തിൽ വരുന്നു എന്നാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സ്പീഡിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ പീരീഡൊക്കെ മാറും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഏഞ്ചൽസിൻ്റെ ഡയറക്റ്റ് മെസ്സേജ് എന്താണ്, ഓക്കെ, എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് നോക്കട്ടെ ഞാൻ ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ഗൈഡൻസാണ് ഏഞ്ചൽസ് തരുന്നത് നമുക്ക് നോക്കാം. അതായിരിക്കും നിങ്ങൾക്കുള്ള റെമഡി. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണെങ്കിൽ അതിനൊരു റെമഡിയും കൂടെയാണ് ഞാൻ നോക്കുന്നത്. എന്ത് പരിഹാരം ചെയ്താൽ നമുക്ക് ഈ ഒരു അവസ്ഥ നിന്ന് മാറാൻ പറ്റും. ഈ പരിഹാരം എന്ന് പറയുമ്പോൾ വലിയ ചിലവുള്ള പരിഹാരമൊന്നുമല്ല, സിമ്പിൾ, വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളെ ഉണ്ടാവുള്ളൂ കേട്ടോ പലപ്പോഴും. അല്ലാതെ പുറത്ത് പോയി നിങ്ങൾ പരിഹാരമൊന്നും ചെയ്യേണ്ടി ഒരു ആവശ്യം വരില്ല. അപ്പോൾ എന്ത് പരിഹാരമാണ് നമുക്ക് ഏഞ്ചൽസ് പറയുന്നത്, ഏഞ്ചൽസ് എന്ത് മെസ്സേജാണ് തരുന്നത് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ,
നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ സൗണ്ട് കൊണ്ട് ജീവിക്കുന്ന ഒരു ഏരിയയിൽ, എസ്പെഷ്യലി സെയിൽസിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക. നിങ്ങളൊരു ക്ലയൻറ്റിനെ കണ്ടാൽ ചിലപ്പോൾ ചില ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാക്കും. അത് ഒന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്തടിച്ച പോലെ പറയേണ്ട കാര്യമില്ല. കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. കണ്ണടച്ച് കുറച്ച് സമയം മിണ്ടാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു 2 മിനിറ്റ്സേ ഞാൻ പറയും. ഒരു 2 മിനിറ്റ്സ് ഒരു കണ്ണടച്ച് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് വരുന്ന ഒരു മെസ്സേജ് എന്ന് നോക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് റെമഡി പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത്. എസ്പെഷ്യലി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് പ്രോഡക്റ്റിനേക്കാൾ ഉപരി നിങ്ങളെ പ്രോഡക്റ്റിനെ പറ്റി എന്ത് പറഞ്ഞ് അവരെ ധരിപ്പിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും, ഇല്ലേ? നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമ്മളെ കോൺഫിഡൻ്റ് ഇല്ലാതെ പറഞ്ഞാൽ വാങ്ങുന്നവർക്ക് എത്ര കോൺഫിഡൻ്റ് ഉണ്ടാവും? സോ അതുപോലെ തന്നെ ജോലിയിലായിരുന്നാൽ പോലും സെയിൽസിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺഫിഡൻ്റ് ഇല്ലാതിരുന്നാൽ അവർക്കും വാങ്ങുന്നവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്കും കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. സോ ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു 4 to 5 മന്ത് കുറച്ച് സ്ട്രഗിൾ പീരീഡാണ്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ വരുന്നുണ്ട്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ വരുന്നുണ്ട്, നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉടനെ വരുന്നുണ്ട്. അത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആൾക്കാർ വരുന്നുണ്ട്. വിഷമിക്കാനൊന്നുമില്ല. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. പറയുന്നതിലെല്ലാം വ്യക്തത ഉണ്ടായിരിക്കണം. നിങ്ങളെ സംശയിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ശൈലി, ഇല്ലേ? നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഗുഡ്, നന്നായിട്ടുണ്ട്, ഇത് കൊള്ളാം, ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ട്. എസ്പെഷ്യലി പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നവരാണെങ്കിൽ ആ ദേഷ്യം കുറയ്ക്കുക. നമുക്ക് ദേഷ്യം കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല, അത് ഒരു സത്യമാണ്, അല്ലേ? സമാധാനവും ശാന്തിയും കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് നേടാൻ പറ്റുള്ളൂ. ദേഷ്യം കൊണ്ട് നമുക്ക് ആൾക്കാരെ വെറുപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ, അതിൻ്റെ ഒരു ആവശ്യമില്ല. സോ സമാധാനപരമായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ നോക്കുക. ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, എന്തെങ്കിലും വായിൽ വരുന്നത് പറയണമെന്നൊക്കെ തോന്നും, എങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യുക. ഈ കൺട്രോൾ ആര് കാണുന്നുണ്ട്? ഈശ്വരൻ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ് പറയുന്നത്. എസ്പെഷ്യലി പാഷൻസൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ഈ വ്ളോഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിരിക്കണം, അല്ലേ? നിങ്ങളുടെ പ്രസൻറ്റേഷനൊക്കെ നന്നായിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് നോക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു സമയം ഒരു 5 മിനിറ്റ്സ് കണ്ണടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കിയിരിക്കാൻ പറ്റിയാൽ ഈ ഒരവസ്ഥയെ മറികടക്കാം. ഏതവസ്ഥയെ? നിങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡിപ്രഷൻ അവസ്ഥയുണ്ടോ? ഈ ഒരു ഉറക്കമില്ലായ്മ, കണ്ണടച്ച് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉത്തരങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾക്ക് ഉറക്കം വേണം. മീൻസ് ഉറക്കമില്ല, പലർക്കും ഉറക്കം കിട്ടുന്നില്ല. അതൊരു പ്രധാന പ്രശ്നമാണ്. ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡി റീസെറ്റ് ആവില്ല, ബ്രെയിനിന് ക്ലിയറായിട്ട് മെസ്സേജസ് തരാനും പറ്റില്ല നമുക്ക്. സോ ഉറക്കക്കുറവുള്ളവർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, മ്യൂസിക്കൊക്കെ കേൾക്കുക. ഉറങ്ങാൻ നേരത്ത് കുറച്ച് മ്യൂസിക്കൊക്കെ കേട്ട് കിടക്കുക. ആദ്യം 2-3 ദിവസം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് മാറും, ആ ഒരവസ്ഥ മാറും. സോ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്നോട് വീഡിയോ ചോദിച്ചവർക്ക് കൂടെ ഉള്ളൊരു റിപ്ലൈ ആണ് ഇപ്പോൾ ഞാൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റെമഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അല്ലേ? റെമഡി ഇത് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ അതിന് നിങ്ങൾക്ക് ഗൈഡൻസ് ഒക്കെ എടുക്കാം. ഗൈഡൻസ് എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ജയിച്ചവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളെങ്ങനെയാണ് ക്ലയൻസിനെയൊക്കെ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഈ ജോബിൽ ഇങ്ങനെ നിൽക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തത് എന്നവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു കുഴപ്പമില്ല, അതൊന്നൊരു ഈഗോ എന്ന് വിചാരിക്കേണ്ട. ഓക്കെ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അത് ചെറിയ പരിഹാരം, അല്ലേ? വീടിൻ്റെ തൊട്ടടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അമ്പലം, ഒരുപാട് കിലോമീറ്ററൊന്നും നിങ്ങൾ പോകണ്ട. അടുത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും, അമ്പലമാവട്ടെ, ഇനി ക്രിസ്ത്യൻസ് ആണെങ്കിൽ പള്ളി ആവട്ടെ, മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ദേവാലയങ്ങളിൽ പോവുക. കണ്ണടയ്ക്കാതെ കണ്ണ് തുറന്ന് നിന്ന് നോക്കുക, നിങ്ങളുടെ ഇഷ്ടദേവതയെ നോക്കാൻ ശ്രമിക്കുക. പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അതും ഒരു റെമഡിയാണ്. ഓക്കെ,
വിഷമിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ട്രഗിൾ കുറേ ലെസൺസ് പഠിക്കാനും ആരെ കൊള്ളണം ആരെ തള്ളണം എന്നൊക്കെ പഠിക്കാനും കൂടെ വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇതാ ഓഫർ വരുന്നുണ്ട്, സാമ്പത്തികം ഉയരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും റെസണേറ്റ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ റെസണേറ്റായി എല്ലാവരും ഈശ്വരനെ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേര് പറഞ്ഞ് കമൻറ്റ് ചെയ്യണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അങ്ങനെ മറന്നു. ഈ മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തിച്ച ദൈവം അല്ലേ, ഞാൻ ടൂള് മാത്രമാണ്. എന്നിലൂടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് എത്തിച്ച ആ ഈശ്വരന് നിങ്ങൾ നന്ദി പറയണം. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ദെൻ ബൈ.